ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതുണ്ടല്ലോ പാളയംകുടം പഴം കേട്ടോ, തറവാട്ടിൽ നിന്ന് അമ്മ കൊണ്ടു തന്നാണേ. ഇവിടെ ഇപ്പം എല്ലാവർക്കും ജലദോഷവും പനിയൊക്കെയാണ്, നല്ല മഞ്ഞല്ലേ, അതുകൊണ്ട് ആർക്കും തന്നെ വേണ്ട കേട്ടോ. അപ്പം ഇതുകൊണ്ടൊരു ഐറ്റം ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു. നല്ല ടേസ്റ്റുള്ള സാധനം കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്നൊന്ന് നോക്കിയാലോ. ഇത് ഉണ്ടാക്കാനായിട്ടൊക്കെ എന്തൊക്കെയാണ് വേണ്ടതെന്ന് പറയാം കേട്ടോ. ഇത് പാളയംകുടം പഴമാണ്. ഞാൻ ഏതാണ്ട് ഇവിടെ ഒരു 3 പടലയുടെ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് കൽക്കണ്ടാണ് വേണ്ടത്. അത് ഞാൻ കുറച്ച് കൽക്കണ്ട എടുത്തിട്ടുണ്ട്. ഒരു 150 ഗ്രാമൊക്കെ കാണും കേട്ടോ. പിന്നെ നമ്മൾ ഈന്തപ്പഴമാണ്. ഈന്തപ്പഴം ഒരു 1/4 കിലോ, 200 ഗ്രാം 250 ഗ്രാമിൻ്റെ അടുത്തുണ്ട് കേട്ടോ. പിന്നെ ഇതൊരു 100 ഗ്രാമിൻ്റെ അടുത്ത് ഉണക്കമുന്തിരി കറുത്തതാട്ടോ. സീഡ്ലെസ് ആണെങ്കിൽ കുറച്ചുകൂടി നല്ലതാട്ടോ. പിന്നെ നമ്മൾ ശർക്കരയാണ്. ശർക്കര അതുപോലെ 1/2 കിലോ 3/4 കിലോയുടെ അടുത്തുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ നെയ്യ്, നല്ല നാടൻ നെയ്യാട്ടോ. പിന്നെ നമുക്ക് ഏലക്ക വേണം, ഒരു ചുക്ക് ഉണങ്ങിയതും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ പഴത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കാം കേട്ടോ. പഴം എന്നിട്ട് ശരിക്കും ഉടച്ചെടുക്കണം കേട്ടോ. മിക്സിയിലൊന്നും അടിച്ചിട്ട് എടുക്കരുതേ, കൈ കൊണ്ട് തന്നെ ഒന്ന് നമുക്ക് ഉടച്ചെടുക്കണം കേട്ടോ. അപ്പം ഞാനിതെല്ലാം ഒന്ന് തൊട്ട് കളഞ്ഞെടുക്കട്ടെ. ഞാൻ ഈ പഴമൊക്കെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിത് ഇതുപോലെ അടിച്ചതായിട്ടുള്ളൊരു ഗ്ലാസ് വെച്ചിട്ട് ഒന്ന് ഉടച്ചെടുക്കാം കേട്ടോ. ശരിക്കും ഇങ്ങനെ കഴിഞ്ഞാൽ ഉടഞ്ഞു വരും കേട്ടോ. ഉടയ്ക്കണ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ച് ഉടയ്ക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ ഇപ്പം ഇല്ല, ഞാൻ ഈ ഗ്ലാസ് കൊണ്ടാണ് ചെയ്യണത്. അപ്പോൾ ഇത് ഞാൻ ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടോ, ഇച്ചിരി തരിയുണ്ട്, എന്നാൽ അങ്ങ് ഒത്തിരി അങ്ങ് ഇതായിട്ടില്ല കേട്ടോ. ഇതാണ് കറക്റ്റായിട്ടുള്ള പാകം. നമുക്കിനി ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. ഞാനൊരു ഉരുളി അടപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട് കേട്ടോ. അതിനകത്തേക്ക് 2 സ്പൂൺ നെയ്യ് ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ആ പഴം അങ്ങോട്ട് ചേർത്ത് കൊടുക്കുകയാണേ. എന്നിട്ട് അതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ശർക്കര ചേർത്ത് കൊടുക്കണം കേട്ടോ. ശർക്കര നമുക്ക് മധുരത്തിന് പാകമായിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് ഇച്ചിരി പുളി കൂടുതലുള്ള പഴമായതുകൊണ്ടാണ് ഞാൻ ശർക്കര കൂടുതൽ എടുത്തേക്കുന്നത്. ഇനി മധുരമുള്ള പഴമാണെങ്കിൽ ശർക്കര കുറവെടുത്താൽ മതി കേട്ടോ. ഈ മധുരം ഒരുപാട് വേണ്ടാന്നുള്ളവർക്കും മധുരം അളവ് കുറച്ചിടാം കേട്ടോ. ഇത് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം അതിനകത്തേക്ക് എടുത്തു വെച്ചേക്കുന്ന ഈന്തപ്പഴവും ഉണക്കമുന്തിരിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇത് ഇത്തിരി സമയമെടുത്ത് ചെയ്യണ പരിപാടിയാണേ. ഇതിങ്ങനെ ശരിക്കും ഈ ഉരുളി കിടന്ന് ആ പഴത്തിൻ്റെ വെള്ളമൊക്കെ പറ്റി ഉരുളിയിൽ നിന്ന് ശരിക്ക് വിട്ട് വരുന്ന ഒരു പരുവം ആവണം കേട്ടോ. ഞാനിത് കുറച്ച് നാൾ കേടുകൂടാതെ സൂക്ഷിക്കാനായിട്ടുള്ളതാണ്. അതുകൊണ്ട് ശരിക്കും വെള്ളം പറ്റിച്ചാണ് എടുക്കുന്നത്. നല്ല കട്ടിക്കാട്ടോ എടുക്കണത്. ഇനി അത്രയും കട്ടി വേണ്ട, അല്പം ലൂസായിട്ട് എടുക്കണവർക്ക് അങ്ങനെ എടുക്കാം കേട്ടോ, കുഴപ്പമില്ല. അപ്പോൾ ഇത് ഏതാണ്ട് റെഡി ആവാറായിട്ടുണ്ട്. ഉരുളിയിൽ നിന്നൊക്കെ വിട്ടു വന്ന് തുടങ്ങി കേട്ടോ. ഇനി ഞാൻ അതിനകത്തേക്ക് കുറച്ചുകൂടി നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണേ. നെയ്യൊക്കെ വേണമെങ്കിൽ കുറച്ചൊഴിച്ചാൽ മതി. ഇതിപ്പോൾ ഞാൻ ഇച്ചിരി കൂടുതൽ എടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് ആ നെയ്യ് കിടന്ന് ഒന്നുകൂടെ ഒന്നതായി ആ വെള്ളമൊക്കെ ശരിക്കും പറ്റി ഇത് ഉരുളിയിൽ നിന്നൊക്കെ വിട്ട് വന്നു തുടങ്ങി കേട്ടോ. അപ്പോൾ ഇത് ശരിക്കും പാകമായിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഏലക്കായയും ചുക്കും പൊടിച്ചത് ചേർക്കണം കേട്ടോ. ഏലക്കായയും ചുക്കും ഒത്തിരി ഇതായിട്ട് പൊടിക്കരുത്, ചെറുതായിട്ട് തരിയോടുകൂടി പൊടിച്ചെടുക്കാം കേട്ടോ. അതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പിന്നെ ചേർക്കണത് കൽക്കണ്ടാണേ. കൽക്കണ്ടം ഞാൻ മുഴുവൻ എടുക്കുന്നില്ല കേട്ടോ, കാരണം നല്ല മധുരമുണ്ട്, അതുകൊണ്ട് കുറച്ചേ ചേർക്കുന്നുള്ളൂ. അതും കൂടെ ചേർത്ത് കഴിഞ്ഞ് ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ ഇത് റെഡി ആയിട്ടോ. ഞാനിത് ചൂടാറിയതിന് ശേഷം കുപ്പികളിലേക്ക് മാറ്റി വയ്ക്കുകയാണേ.
അപ്പോൾ ഇത് ഞാനിത് കുപ്പികളിലേക്ക് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്കിത് 2 കുപ്പി കിട്ടി. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണേ, നല്ല ടേസ്റ്റാട്ടോ.